ജുമാ നിസ്കാരത്തിന് ശേഷം പള്ളിയങ്കണത്തിൽ നടന്ന കുതിരലേലം കൗതുകമായി. പാണത്തൂരിലെ കാട്ടൂർ വിദ്യാധരൻ സുഹൃത്തായ മുഹമ്മദ് കുഞ്ഞിക്ക് സൗജന്യമായി നൽകിയ കുതിരയാണ് കാസർഗോഡ് പാറപ്പള്ളി ജമായത്തിൽ ലേലം ചെയ്തത്. കുതിര പള്ളിമുറ്റത്തെത്തിയതിന്റെ ആവേശത്തിലായിരുന്നു വിശ്വാസികൾ. 2 വയസ്സുള്ള കുതിരയെ പള്ളിയിൽ കണ്ടത് അമ്പലത്തറ പാറപ്പള്ളി മുസ്ലിം ജമാഅത്തിൽ ജുമാ നിസ്കാരത്തിനെത്തിയ നൂറുകണക്കിന് വിശ്വാസികളിൽ കൗതുകമായി മാറി. 3 ദിവസം മുൻപാണ് കുതിര പ്രാർത്ഥനാ സമർപ്പണമായി ഇവിടെ എത്തിയത്. ബസുടമയും പാണത്തൂർ സ്വദേശിയുമായ കാട്ടൂർ വിദ്യാധരൻ 2 വയസ്സുള്ള ആൺകുതിരയെ സുഹൃത്തായ ഒടയഞ്ചാൽ സ്വദേശി മുഹമ്മദ് കുഞ്ഞിക്ക് സൗജന്യമായി നൽകുകയായിരുന്നു. എന്നാൽ ദിവസങ്ങൾക്കകം കുതിരയെ മറ്റൊരാൾക്ക് നൽകാനായിരുന്നു മുഹമ്മദ് കുഞ്ഞിയുടെ താൽപര്യം. സൗജന്യമായി കുതിരയെ വേണമോ എന്ന് മുഹമ്മദ് കുഞ്ഞി ജമാഅത്ത് സെക്രട്ടറി കൂടിയായ ഉമ്മറിനോട് ചോദിച്ചപ്പോൾ കുതിരയെ പാറപ്പള്ളി മഖാമിലേക്ക് നൽകാനായിരുന്നു ഉമ്മറിന്റെ നിർദ്ദേശം. വന്നത് കുതിര. സാധാരണ ആടുമാടുകളും ബാക്കിയെല്ലാം ഐറ്റംസാണ് വരുന്നത്. ഇപ്പോഴും ആദ്യമായിട്ടാണ് ഇത് വന്നത്. ഇത് വന്നത് പറഞ്ഞാൽ നമ്മുടെ കാരുണ്യ പ്രവർത്തനം എന്നൊരു ബസ്സുണ്ട്, മൂകാംബിക വിദ്യാധരൻ. അദ്ദേഹം ഉടഞ്ചാട്ട് ഒരു മുഹമ്മദ് കുഞ്ഞിനെ ഏൽപ്പിക്കുകയും മുഹമ്മദ് കുഞ്ഞി എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞു എന്നാൽ നേർച്ചയാക്കി ഇവിടെ തന്നെ വെക്കാതെ ഞങ്ങൾ 3 കൂട്ടരും കൂടി നേർച്ചയായിട്ട് പാറപ്പള്ളിയിലേക്ക് എത്തിച്ചു. ഈ കുതിര നേരത്തെ എവിടെ ഉണ്ടായത്? കുതിര പാണത്തൂരാണ് പാറപ്പള്ളി മഖാമിലേക്ക് എത്തി. കുതിര ഉണ്ടായത് പാണത്തൂര് അദ്ദേഹത്തിന്റെ വളപ്പിലാണ് ഉണ്ടായത്. ഈ മൂകാംബിക ബസിന്റെ അവിടെ വിദ്യാധരൻ. എത്ര പൈസക്ക് ഇപ്പോൾ കുതിര ലേലം? ഇതിന് നമ്മുടെ പാറപ്പള്ളി ജമാഅത്തിന്റെ വൈസ് പ്രസിഡന്റായ അബൂബക്കർ ഹാജി 30,000 രൂപയ്ക്ക് ലേലം ചെയ്തു. ജുമാ നിസ്കാരത്തിന് ശേഷം നടന്ന ലേലത്തിൽ ജമാഅത്ത് ഭാരവാഹി കൂടിയായ അബൂബക്കർ ഹാജി 30,000 രൂപയ്ക്ക് കുതിരയെ സ്വന്തമാക്കി. അമൃത ന്യൂസ്, കാസർഗോഡ്.